ഓൺലൈനിന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ്. എന്ത് പറ്റി? ഓഫ്ലൈനിൽ ആരെയും കാണാനില്ലല്ലോ, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പോയി അതുല്, അശ്വതി നാട്ടില്. അതിൽ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ? അസീം ഇൻഫോം ചെയ്തു, ഹോസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും ഇൻഫോംഡ് ഒന്നും അല്ല കേട്ടോ. റീം ഒരു മഴ പെയ്യുമ്പോഴേക്കും തീരാവുന്ന ഇതേ ഉള്ളൂ അല്ലേ നിങ്ങളുടെയൊക്കെ ഗോളിന്റെ അവരിതിന്? എന്താ പറയാ, എന്താ പറയുക, ഒരു ഗോള് നേടാൻ പോകുന്ന ഒരാളുടെ മുമ്പിൽ ഒരു മഴ പെയ്യുമ്പോഴേ. ഓക്കെ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരു കാറ്റും മണിയും വന്ന് തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഡ്രീംസ്.
നല്ല പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് ക്ലാസ്സിൽ ചെയ്തത് കേട്ടോ. എല്ലാ ബാച്ചിലൊന്നും കൗണ്ട് കുറവായിരുന്നു, പക്ഷെ നിങ്ങളുടെ ബാച്ചിൽ എല്ലാവരും വരുന്നതായിരുന്നു പ്രതീക്ഷിച്ച കേട്ടോ. ആ ഒരു പ്രതീക്ഷയും എന്റെ കയ്യിൽ നിന്ന് പോയി. ബാക്കി ആരും നിങ്ങളുടെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും സംസാരിക്കാറുള്ളൂ. അത് ഞാൻ ഇനി മാറ്റി പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉം. ഓരോ സെഷൻ കഴിയുമ്പോൾ ഓരോ ആൾക്കാരോട് പറയും അവരിപ്പം പഠിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയും ഓക്കെ അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനി ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇന്നത്തോടുകൂടെ ഞാൻ ആ പരിപാടി നിർത്തി. ഓവറായിട്ട് എല്ലാം ചെയ്തതിന്റെ എല്ലാ എഫക്റ്റും എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബാച്ചും എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് കാണിച്ചു തന്നു. നിങ്ങളൊന്നല്ല, എല്ലാ ബാച്ചും. ഓക്കെ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു സ്റ്റാർ റേറ്റിംഗിന്റെ കൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ. പിന്നെ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ? എന്തൊക്കെയായിരുന്നു? ഇമേജിനെ കൊണ്ടുവന്നു. ഓക്കെ. ഇപ്പോൾ ഡാക്സിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഒരു 10-60ഓളം ഫംഗ്ഷൻസുമായി അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് കൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തു. പിന്നെ പാരാമീറ്ററിലെ രണ്ടും ആയില്ലേ, ന്യൂമറിക്കും ഫീൽഡ് വാല്യൂ രണ്ടും ചെയ്തതല്ലേ, അതുമായി. പിന്നെ ഇമേജിനെ രണ്ട് രീതിയിൽ കൊണ്ടുവരാനും പഠിച്ചു. കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സ്റ്റൈലിംഗും ചെയ്തു. ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യാനായി, കളറിനെ കൺട്രോൾ ചെയ്യാനായി ഇമേജിനെ കൺട്രോൾ ചെയ്തു. ഓക്കെ. പിന്നെ ഡാക്സ് വെച്ചിട്ട് റിലേറ്റഡ് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം, ഇൻആക്റ്റീവ്, ആക്റ്റീവ്, പിന്നെ കാൽക്കുലേറ്റ്, ടൈം ഇന്റലിജൻസ്, ലോജിക്കല്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് കൺസെപ്റ്റ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിസൺ ടെക്നിക്ക് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇതുവരെ അടുത്തുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നോ? ഓൺലൈൻ എല്ലാവർക്കും ഇതുവരെ അടുത്ത് മൊത്തത്തിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആയിരുന്നോ? Yes, sir. Yes, sir. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത്, കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത്. ബാക്കി രണ്ടുപേരും നിക്കോൾ ആൻഡ് ഷബാസ്. ക്ലാസ്സിലുണ്ട് രണ്ടുപേരും. രുക്മിണിക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് വർക്ക് ആകുന്നില്ല വിൻഡോസിന്റെ അകത്ത് തന്നെയല്ലേ? ഇല്ല സർ, ഞാൻ വിൻഡോസ് ജി എടുക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും അതില് കനോട്ട് സപ്പോർട്ട് അങ്ങനെ എന്തോ പറഞ്ഞു. ജസ്റ്റ് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ കീബോർഡിലെ ഒരു കീ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കില്ലേ? ഇത് വരുന്നില്ല. പ്രിന്റ് സ്ക്രീനിൽ സ്നിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ വീഡിയോ റെക്കോർഡിംഗ് പറ്റുന്നില്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കൊടുത്താൽ ഇതിന്റെ മാത്രം ഇമേജ് ആയി. അതുപോലെ വീഡിയോയും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് എത്ര പോരെ പോർഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാൻ എത്ര പോരെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും പോർഷൻ മാത്രമേ ഇനി എന്താവും, റെക്കോർഡ് ആവും. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സിസ്റ്റത്തിന്റെ ഓഡിയോ വേണമെന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നതും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പാട്ടോ നിങ്ങൾ പ്ലേ ചെയ്യുന്നത് അതുകൂടി എടുക്കും. അത് വേണമെന്ന് ചെയ്യാം. അതോടെ മ്യൂട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് തുടങ്ങും. ഇത്രയും പോർഷൻ മാത്രമേ റെക്കോർഡ് ആവൂ. അതിനുശേഷം അതവിടെ പോസ് ചെയ്യുക, കൊടുത്താൽ അവിടെ വരും. കണ്ടോ, ബാക്കിയൊന്നും കിട്ടില്ല. ഓക്കെ. അതല്ലെങ്കിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഓബിയസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്
നോക്കി. അപ്പോ OBSന്റെ വിൻഡോയും കൂടി OBS ഇൻസ്റ്റാൾ ചെയ്തിട്ട് വിൻഡോ റെക്കോർഡ് പോയപ്പോഴാണ് പവർ ബി റെക്കോർഡ് ആയത്. പക്ഷെ അതിനകത്ത് ഇപ്പൊ OBSന്റെ വിൻഡോ എല്ലാം കയറി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എഡിറ്റ് ചെയ്യണത് കറക്റ്റ് ആ ഒരു പിക്സൽ കൊടുത്താൽ എഡിറ്റ് ആവുന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ചെറുതായതുകൊണ്ട് ഞാൻ സ്നിപ്പ് വെച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ ഇട്ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് കേട്ടോ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ടൂൾസിലോട്ട് പോകണ്ട. അതാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും പവർ ബിയുടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ റിപ്പോർട്ട് എപ്പോഴും ആ അത്രയേ ഉള്ളൂ, ഈ ഒരു ക്യാൻവാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ഇത്രയും പോർഷൻ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പം എന്താണ് ഇപ്പൊ ഇതാണ് സെക്കൻഡ്. എനിക്കിപ്പോ ഈ ഒരു കൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. എന്ത് ചെയ്യാം, ഇത്ര പോർഷൻ മാത്രം സ്ക്രീൻ റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം ഇത് മൊത്തമാണ് എന്ത് ചെയ്യാം, ഇത്ര മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഉം. വീഡിയോ ഇടുമ്പോൾ എന്ത് ചെയ്യും, ഇത് മാത്രം ഫോക്കസ്ഡ് ചെയ്യും. ഇതിന് പകരം ഞാനിപ്പോ ഇത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആരും ഇതിലോട്ട് ഫോക്കസ് ആ ചെയ്യില്ല. മനസ്സിലായി. വലിയ സ്ക്രീൻ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത അവിടെ വരുമ്പോൾ ആൾക്കാരുടെ ഫോക്കസ് അവിടെ നിന്ന് മാറും. അപ്പൊ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. അത് സ്നിപ്പ് എടുത്തിടുമ്പോഴും അത് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള പോർഷൻ മാത്രം സ്നിപ്പ് എടുത്താൽ മതി. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്തെടുത്തുള്ളത്. അവർക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ഈ മൊത്തം സ്ക്രീൻ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. ഓക്കെ. ഇനിയിപ്പം കുറെ പേർക്ക് അടുത്ത സ്നിപ്പ് ദിവസം സ്നിപ്പ് ഞാൻ പറഞ്ഞു. കറക്റ്റ് പോർഷൻ വെച്ച് എടുത്തിരുന്നത്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ അല്ല, ജസ്റ്റ് പറഞ്ഞത് സ്നിപ്പ് ഞാൻ മാത്രമേ. കറക്റ്റ് ആ ഒരു റിപ്പോർട്ടിന്റെ ആ ഒരു ലൈൻ. ഞാൻ ഓവറോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും, മറ്റേ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യും, ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുന്ന ഇങ്ങനെ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം, പവർ ബി സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പവർ ബി സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഹോ മെയിലിൽ പോയിട്ട് ഒരു ഫ്രീ ബിസിനസ് ഇമെയിൽ ഐ ഡി ഡെവലപ്പ് ചെയ്യുക. സോഹോ മെയിലിൽ പോയാൽ ചെയ്യാൻ പറ്റും. സോഹോ ഫ്രീ ഇമെയിൽ ഉണ്ടാവും. ഇതല്ല, മേലേന്ന് വന്നിരുന്നു. ആ ഇതിൽ പോയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ നോർമൽ ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോഹോയിൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന യൂസർ ഐ ഡി, നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി @sohomail.in എന്ന് പറഞ്ഞൊരു ഡൊമൈൻ വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ആവുക. പിന്നെ ഞാൻ പറയാം, ഇത് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തും കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നുകിൽ സോഹോ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ പോയിട്ടും ഫ്രീ ആയിട്ട് ബിസിനസ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അതിൽ എന്ത് ചെയ്യാം, ഫോക്കസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ സോഹോ മെയിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മുമ്പേ ചെയ്തതാണ്, എനിക്ക് കറക്റ്റ് സ്റ്റെപ്പ് അറിയില്ല. ഒന്ന് ട്രൈ ചെയ്തു മൈക്രോസോഫ്റ്റ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നേരെ app.powerbi.com വരിക. app.powerbi.com. ഇതാണ് പവർ ബി ഐ സർവീസിന്റെ URL വരുന്നത്. ജസ്റ്റ് ഇതാണ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുതരാം. അതിലോട്ട് ജസ്റ്റ് വരും app.powerbi.com. അപ്പൊ അതിലോട്ട് വരുമ്പോൾ ചോദിക്കും എൻ്റർ യുവർ ഇമെയിൽ, വി വിൽ ചെക്ക് ഇഫ് യു നീഡ് ടു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്. അപ്പൊ ഇവിടെ ഏത് ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും, നിങ്ങൾ നേരത്തെ സോഹോ മെയിലോ മൈക്രോസോഫ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഈ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഇത് ഡെവലപ്പ് ചെയ്തതല്ല, ജസ്റ്റ് ഒരു ഡെമോ ആണ്. പക്ഷെ അവിടെ എന്ത് പാസ് ചെയ്യുക, സബ്മിറ്റ്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ കണ്ടോ, ലുക്ക് ലൈക്ക് യു നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്. മീൻസ് ഇത് ഓൾറെഡി എന്താണ്, അക്കൗണ്ട് ഇല്ല, പുതിയൊരു ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ അവിടെ ചോദിക്കും ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഓർഗനൈസേഷൻ, നെക്സ്റ്റ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി, നിങ്ങളുടെ ഫോൺ നമ്പർ, ജോബ് ടൈറ്റിൽ, നിങ്ങളുടെ പാസ്വേഡ്. താഴെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സോഹോ മെയിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ മെയിലിലോട്ടോ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് ഇവിടെ കൊടുത്താൽ എന്തായി, പ്രോസസ് കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ പവർ ബി സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അതിനുശേഷം നേരെ പവർ ബിയിലോട്ട് വരിക. പവർ ബിയിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ സൈൻ എന്നായിരിക്കും ഉണ്ടാവുക. ആ സൈൻ അങ്ങ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ് ചോദിക്കും. ഇവിടെ ഏത് ഇമെയിൽ അഡ്രസ് ആയിരിക്കും കൊടുക്കേണ്ടി വരുക? പവർ ബി സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത് അതേ ഇമെയിൽ അഡ്രസ് ജസ്റ്റ് കാണിച്ചിടാം. അതിനുശേഷം അവിടെ കണ്ടിന്യൂ പാസ് ചെയ്യാം. എനിക്കിവിടെ ഡയറക്ട്ലി കണക്ട് ആവും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒരു വെരിഫിക്കേഷനിലോട്ട് മൂവ് ചെയ്യും. നിങ്ങൾ പാസ്വേഡ് ഒന്നോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഒരു ഓതന്റിഫിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് കണക്ട് കൂടെ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മൊബൈലിൽ എന്ത് ചെയ്യുക, മൈക്രോസോഫ്റ്റിന്റെ ഓതന്റിഫിക്കേറ്റർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കാണിച്ചിരുന്ന QR ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അത് ഒരു തവണ ചെയ്യേണ്ട പ്രോസസ്സേ ഉള്ളൂ, എല്ലായ്പ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ ബി സർവീസുമായിട്ട് ഡെസ്ക്ടോപ്പ് അവിടെ കണക്ട് ആയി. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ല. ഇപ്പൊ ഇതൊന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് സോഹോ മെയിൽ വെച്ചിട്ട് ഫ്രീ ബിസിനസ് ഇമെയിൽ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഹെൽപ്പോട് കൂടെ എന്ത് ചെയ്യുക, ഇവിടെ പവർ ബി app.powerbi.com അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പവർ ബി ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് അതവിടെ സൈൻ ചെയ്യുക. ഇനി ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തും കാർഡിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സ്ഥലത്ത് പോലും കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എമൗണ്ട് പോയി കഴിഞ്ഞാൽ അതിന് ഞാൻ യാതൊരു കാരണവശാലും ഉത്തരവാദിയല്ല കേട്ടോ. ആദ്യമേ ഞാൻ പറയും. ഉം. ഒരു പൈസ പോലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുടക്കേണ്ടതായിട്ടില്ല. ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നെങ്കിൽ ആ പ്രോസസ്സ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ എമൗണ്ട് പേ ചെയ്യരുത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ല എങ്ങനെയാ ചെയ്യേണ്ടതിനുള്ള സ്റ്റെപ്സ്? ഓൺലൈൻ ക്ലിയർ അല്ല എല്ലാവർക്കും? Yes, sir. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സോഹോ മെയിലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു 10 മിനിറ്റ് സമയം ഞാൻ തരാം. എല്ലാവർക്കും ആ സോഹോ മെയിലിൽ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓൺലൈൻ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ഹലോ സാർ, പറഞ്ഞു. അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഡൊമെയിൻ ബേസ്ഡ് വേണോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് വേണോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായി. പേഴ്സണലൈസ്ഡ് മതി. ഡൊമൈൻ ചൂസ് ചെയ്യുമ്പോൾ പൈസ ചോദിക്കുന്നില്ല. ഡൊമൈൻ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എമൗണ്ട് ചോദിക്കുന്നില്ലേ? സന്ദീപ്, ഡൊമൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കണം. അത് വേണ്ട, മറ്റേത് മതി, സെക്കൻഡ് ഓപ്ഷൻ. സാർ പറഞ്ഞു. സാർ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഉം. അപ്പൊ എന്താ ചെയ്യണ്ടേന്ന്? ഒന്നുമില്ല, അത് സോഹോമയിൽ വെച്ചിട്ട് ഒരു ഫ്രീ ബിസിനസ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അതായത് പവർ ബി സർവീസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സോഹോമയിൽ വെച്ചിട്ട് ഒരു ഫ്രീ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ സ്റ്റെപ്സ് ആയിരുന്നു പറഞ്ഞത്. അതല്ലേ? ഓക്കെ ഓക്കെ. സോഹമേൽ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. സാർ എന്റത് നമ്പർ വെച്ചാ ക്രിയേറ്റ് ആവുന്നത്. മുമ്പ് ഹലോ, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ. ഹലോ, നമ്പർ വെച്ചിട്ടല്ലേ? യൂസർ നെയിമിന്റെ അവിടെ. യൂസർ നെയിം. ആ ആ, അത് നമ്പർ കൊടുത്ത കുഴപ്പമില്ല. ഇമെയിൽ ഐ ഡി എന്തായാലും കുഴപ്പമില്ല. പവർ ബി സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പേര് കൊടുത്താൽ മതി. ആ. സോഹോമയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ? ഓൺലൈൻ എല്ലാവരും സോഹോമയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ? യെസ് സാർ, സോഫോയില് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. യെസ് സർ. അതിനുശേഷം നേരെ എന്ത് ചെയ്യാം? app.powerbay.com വരുമോ? അവിടെ ജസ്റ്റ് ഇങ്ങോട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി പാസ് ചെയ്യാം. എന്നിട്ട് അവരൊരു പസിൽ സോൾവ് ചെയ്യാനുണ്ടാവും. അത് സോൾവ് ചെയ്തതിനു ശേഷം ഈ ഒരു രൂപത്തിലോട്ട് വരും. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി, ഫോൺ നമ്പർ, ജോബ് ടൈറ്റിൽ ജസ്റ്റ് ഡാറ്റ അനലിസ്റ്റ് അങ്ങനെ ഒന്നും കൊടുത്താൽ മതി. ഇമെയിൽ ഐ ഡി അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. പാസ്വേഡ് പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു ഇമെയിൽ അഡ്രസ്സിലോട്ട് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് പാസ് ചെയ്യാം. സെലക്ട് ചെയ്യുക, നെക്സ്റ്റ്. ആ,
സാർ അവിടെ വാട്ട് കൈൻഡ് ഓഫ് ഇമെയിൽ ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എവിടെ? മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ഫ്രീ എന്ന് പറഞ്ഞിട്ട് പേജിലേക്ക് വന്നു. app.powerbia.com വന്നോ? ഇവിടെ അതെ, വന്നോ? അതില് ഞാൻ സോഹോയുടെ മെയിൽ അടിച്ചു കൊടുത്തു. സബ്മിറ്റ്. അപ്പൊ ഒരു ഡോട്ട് ഇൻ ആണോ പസില് കൊടുത്തത്, .com എന്നാണോ കൊടുത്തത്? സൊഹോയുടെ മെയിൽ തന്നെ, .in എടുക്കണം തന്നെ. യെസ്, ഓക്കെ. ഈ പസിലൊക്കെ സോൾവ് ചെയ്തെത്തിയോ? ആ ആ ഇതുപോലെ ഒരു പേജിലോട്ട് എത്തിയോ? ഇതില് വന്നു. ഇവിടെ അവിടെ ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് മൈ പേഴ്സണൽ പേഴ്സണൽ എന്ന് പറയുമ്പോ നെക്സ്റ്റ്. നെക്സ്റ്റിലേക്ക് പോകുമ്പോ ഇവിടത്തെ ഓക്കെ, മെയിൽ ഐ ഡി പേഴ്സണൽ ചോദിക്കുന്നു. വേണ്ട, പേഴ്സണൽ വേണ്ട, മറ്റേത് എടുത്താൽ മതി, ഓർഗനൈസേഷൻ എടുത്താൽ മതി. ഉം. അവിടെ എന്തെങ്കിലും ഓർഗനൈസേഷന്റെ പേരും കാര്യങ്ങളൊന്നും ചോദിക്കലുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൺട്രി, ഫോൺ നമ്പർ, ജോബ് ടൈറ്റിൽ അത് പാസ് ചെയ്താൽ. സാർ, അതിന്റെ താഴെ ഒരു ചെക്ക് ബോക്സ് ഇല്ലേ, അതിലേതാ ചെക്ക് ചെയ്യേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്താൽ മതി. ഓൺലൈനിൽ എല്ലാവരും എത്ര പേര് ചെയ്ത് കഴിഞ്ഞു? സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ ആരെങ്കിലും? ഇല്ല സാർ, ചെയ്തോണ്ടിരിക്കാൻ. ഇതിലിപ്പോൾ ആരെ കൊണ്ട് സ്ക്രീൻ ഷെയർ ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല, പാസ്വേഡ് ഒക്കെ അടിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി ചെയ്ത് കാണിച്ചു തരാനും പറ്റില്ല.
സോഹോമിൽ ഇമെയിൽ. സാർ ഓതന്റിക്കേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സൈൻ ഇൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വാട്ട് ഇമെയിൽ വുഡ് യു ലൈക്ക് ടു യൂസ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇപ്പം എഴുതിയ ഇമെയിൽ ഇല്ല, അതന്നെ കൊടുത്തോളൂ. @sohomail.in വരുന്നത്. സോഹോമെയിൽ തന്നെ കൊടുത്താൽ മതി. അത് കൊടുത്തു. അത് കൊടുക്കുമ്പോ യു കനോട്ട് യൂസ് ദി ഇമെയിൽ യു സൈൻ വിത്ത് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ആ അത് എന്താ പറയാ, ഓൾറെഡി ക്രോമിലാണ് ചെയ്യുന്നത്. ക്രോമിൽ ഓൾറെഡി വേറൊരു അക്കൗണ്ട് സൈൻ ഉണ്ടായിരിക്കും. അത് വേറൊരു ഇമെയിൽ അഡ്രസ് പാസ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ആ കൊടുത്ത്. അപ്പൊ ഇത് ഓരോരിക്കും ഇതിന്റെ സ്റ്റെപ്സ് മാറി മാറി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോ, എന്നിട്ട് ഓപ്പൺ ചെയ്താൽ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തോ. ആ ഓരോരിക്കും ചെയ്യുന്ന പ്രോസസ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. നമ്മള് എക്സൽ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ പവർ ബി ഓപ്പൺ ആയി വരുന്നതല്ലേ? നമ്മള് സർവീസിലായി എന്ന് പറഞ്ഞ് അറിയുമ്പോഴത്തേക്കും അതിന് മേലില് നമ്മളെ പേര് വരുന്നത്. പേര് വന്നു, പവർ ബി സർവീസിന് മുകളിൽ പേര് കിട്ടിയോ? ആ പേര് കിട്ടി. പവർ ബി ഐ ഹോം എന്ന് പറഞ്ഞു വന്നു. പിന്നെ പ്രൊഫൈലിൽ എന്റെ പേരും സോഹോ മെയിലും കാണിക്കുന്നുണ്ട്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് ജസ്റ്റ്. ആ വിസിബിൾ ആണ് സർ. ആ ഇത് ഫ്രീ അക്കൗണ്ട്. ഇനി പവർ ബി സർവീസിൽ പോയിട്ട്, സോറി, ഇനി പവർ ബിയിലോട്ട് പോയിട്ട് പവർ ബി ഓപ്പൺ ചെയ്യും. ആ മുകളിൽ സൈനിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ. അവിടെ അത് പാസ് ചെയ്യുക, ഇമെയിൽ അഡ്രസ് സോഹോ മെയിലിന്റെ. അല്ല സോഹോടെ. അവിടെ യൂസ് ചെയ്ത് അതേ ഇമെയിൽ ഐ ഡി കണ്ടിന്യൂ. അവിടെ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് അല്ല ശരി. ഇവിടെ ഞാൻ റീ എൻറ്റർ ചെയ്ത എന്റെ പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലേ കൊടുക്കണ്ടേ? അല്ല അല്ല അല്ല, മറ്റേത് ഇപ്പോഴത്തെ സോഹോടെ തന്നെയാ? നെക്സ്റ്റ്. സോഹോട്ടിന്റെ അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ പ്രകാരം, അങ്ങനെയാണ്. ഇനി അതിന്റെ പാസ്വേഡ് സൈൻ ഇൻ കൊടുത്ത് നോ ദിസ് ആപ്പ് ഓൺലി കൊടുത്താൽ മതി. സൈൻ ഇൻ ആയി.
സൈറ്റ്. ഓക്കെ. ഹലോ സാറ്, കേക്കാമോ? ആ പറഞ്ഞോളാം. എന്തോ സാറേ, ഈ ഫോണില് നമ്മൾ ഏത് ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടത്, ആ ഒതന്റിക്കേറ്റർ? സ്കാൻ ക്യു ആർ കൊടുത്താൽ മതി. രുക്മിണി ജസ്റ്റ് സ്കാൻ ക്യു ആർ കൊടുത്ത് സ്കാൻ ചെയ്തില്ലേ ഉണ്ടാവും. സ്കാൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോഡ് മാനുവലി എൻ്റർ ചെയ്ത് ഉം. URL എൻ്റർ ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഓക്കെ. എങ്ങനെ ചെയ്തത്? ക്യു ആർ സ്കാൻ ചെയ്തിട്ടാണോ അല്ല കോഡ് മാനുവൽ എൻ്റർ ചെയ്തിട്ടാണോ? എനിക്ക് QR സ്കാൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അപ്പൊ കോഡും URL എൻ്റർ ചെയ്താ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്തു കേട്ടോ. എവിടെയും ക്യു ആർ സ്കാൻ ആണ്. താഴെ ഉണ്ട്. പിന്നെ സാർ, ഇപ്പൊ നമ്മളിപ്പോ Power BI ആപ്ലിക്കേഷനിൽ ചെയ്തതൊക്കെ നമുക്ക് ക്ലൗഡിൽ വിസിബിൾ ചെയ്യാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്യണം. അതിലോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് പബ്ലിഷ് ആയില്ല, ജസ്റ്റ് നമ്മൾ അതിലോട്ട് സൈൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ആ നമ്മൾ ചെയ്ത റിപ്പോർട്ടിന് അതിലോട്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. അപ്പൊ അവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ ഇയാളുടെ ഇതില്. ഇല്ല ഇല്ല. അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ജസ്റ്റ് എന്താ പറയാ, ആ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ആ Power BI site developer targeting resource.
മറ്റേ എന്താ പറയുക മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തത് ഈ സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഫ്രം ഇമെയിൽ ഓൺലൈൻ ബാക്കിയുള്ളവരൊക്കെ എന്തായി? അജിത്, അക്ഷയ്, ആൽവിൻ, അനന്തു, വസീം, സദ്ദീൽ, ഷബാസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എവിടെ എത്തി? എല്ലാവർക്കും ആ ഓതന്റിഫിക്കേറ്റർ പ്രോപ്പർ ആയിട്ട് സ്കാൻ ആവുന്നുണ്ടോ? ആ യെസ് സാർ, എന്റെ റെഡിയായി. ഓക്കെ.
ഓൺലൈൻ എല്ലാവരുടെയും ആയോ? യെസ് സാർ. അജിത്തിന്റെ ചെയ്ത് കഴിഞ്ഞോ അജിത്ത്? സാർ ഇത് ഇപ്പൊ കഴിയും. ഞാൻ കുറെ കാലത്തിന് ഷാജിന്റെ ക്ലാസ്സിൽ ഇത് മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കേട്ടോ. ഞാൻ സാധാരണ ചെയ്തിട്ട് വരാൻ പറയാം എല്ലാവരോടും. ക്ലാസ്സിൽ കൗണ്ട് കുറവായതുകൊണ്ട് എനിക്കിപ്പോ ആരെങ്കിലും കുറച്ച് പേരെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും.
ബാക്കിയെല്ലാം ക്ലാസ്സിൽ മൊത്തം സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 hour മൊത്തം ഇതിന് വേണ്ടി തന്നെ വേസ്റ്റ് ആവും. വേസ്റ്റിനല്ല, അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇടക്കിടക്ക് ഇടക്കിടക്ക് വെരിഫിക്കേഷൻ കോഡ് വരെ ലേറ്റ് ആവാറുണ്ട്, ഒരുപാട് ലേറ്റ് ആവും. ഓക്കെ, ഇനി ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ ബട്ടൺസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇതുപോലെ ബിസിനസ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ട്. ഇത് മാത്രമല്ല, മൈക്രോസോഫ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പേ ചെയ്ത എക്സ്പീരിയൻസിൽ ഈ മെത്തേഡ് ആയതുകൊണ്ട് പറഞ്ഞു തന്നായിരുന്നു. പേഴ്സണലി നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ അകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. @gmail.com എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമുക്കൊരിക്കലും ഒരു ഓർഗനൈസേഷന്റെ അകത്തോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. സോഹോമിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സോഹോന്റെ ഒരു എൻവയോൺമെന്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ് ഒക്കെ പോലെ. അപ്പൊ അതിന്റെ അകത്ത് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ള എല്ലാത്തിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ആകുമ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക. കമ്പനീസിന് എപ്പോഴും അവർ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, ഡൊമൈൻ വെച്ചിട്ട്. അപ്പൊ അത് ആ ഓർഗനൈസേഷന്റെ അകത്ത് എല്ലാവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യണമല്ലോ, നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യണം. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഇമെയിൽ അഡ്രസ് ചോദിക്കും, ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത്. അവിടെയും അവർ സെയിം ഡൊമൈൻ വരുന്ന ആളെ കൊടുത്താൽ അത് ഷെയർ ആവും, അല്ലെങ്കിൽ ഷെയർ ആവില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് app.powerbi.com എൻ്റെ പേഴ്സണൽ ഇമെയിൽ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് @gmail.com കൊടുത്തു, സബ്മിറ്റ്. നേരെ പറഞ്ഞത് അത് പേഴ്സണൽ ഇമെയിൽ ഉണ്ടാവും. ലുക്ക് ലൈക്ക് എ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്, എൻ്റർ യുവർ വർക്ക് അഡ്രസ് സോ വി ക്യാൻ കണക്ട് യു വിത്ത് അതേഴ്സ് ഇൻ യുവർ കമ്പനി ഉണ്ടാവും. ഒരിക്കലും ഈ പേഴ്സണൽ ഇമെയിൽ വെച്ച് നമുക്ക് ഒരിക്കലും മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനത് പറയും സൈൻ വിത്ത് വർക്ക് ഇമെയിൽ അഡ്രസ്, അതാണ് അത് ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ടീസിനും കൊളാബ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാവും ഉണ്ടോ, ഇല്ലെങ്കിൽ അത് എൻ്റെ ഒരു വർക്ക് ഓർ സ്കൂൾ ഇമെയിൽ അഡ്രസ് വി വിൽ ചെക്ക് ഇഫ് യു നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് ഫോർ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ഫ്രീ. അതായത് സ്കൂൾ ഇമെയിൽ അഡ്രസ് നോക്കും, സ്കൂൾ നമുക്ക് ചെയ്തു തരും. അത് ഇതുപോലെ തന്നെ ആയിരിക്കും. ആ സ്കൂളിന്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ആർക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പം അവരിപ്പോ ഒരു മെയിൽ അയക്കണമെങ്കിൽ എല്ലാവരുടെ മെയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ആ ഡൊമൈൻ യൂസ് ചെയ്യുന്ന എല്ലാവരെയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈൻ ആർക്കുണ്ട്, അവർക്കൊക്കെ ആ മെയിൽ ഒറ്റ സെന്റിന് പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ആൾക്കാരും ഇമെയിൽ എടുത്ത് എടുത്ത് അടിക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഓർഗനൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് അത് കൊടുത്താൽ എല്ലാവർക്കും ഒറ്റയടിക്കും. അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെ ഡൊമൈൻ പർച്ചേസ് ചെയ്യില്ല. ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ എമൗണ്ട് കൊടുക്കേണ്ട പരിപാടി, ഡൊമൈൻ ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ പബ്ലിഷ് ചെയ്യാനൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അടുത്തൊരു ഫീച്ചർ കാണിച്ചു തരാം. ആ ഒരു ബിൽഡ് പെയിനിൽ വന്നിട്ട് ഏറ്റവും താഴെ ഒരു 3 ഡോട്ട് കാണാൻ പറ്റും, ഗെറ്റ് മോർ വിഷ്വൽസ്. അവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് കാണാം, ഇമ്പോർട്ട് ഫ്രം ഗെറ്റ് മോർ വിഷ്വൽസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അവിടെ ഇല്ല വിഷ്വൽസ് കൂടാതെ ഇവിടെ ഇതുപോലെ ഒരുപാട് വിഷ്വൽസ് യൂസ് ചെയ്യാം. ഇതൊരു വിഷ്വൽസിലോട്ട് എത്തിയില്ല, നമ്മൾ ജസ്റ്റ് ഈ സ്ക്രോളർ പോലുള്ള വിഷ്വൽസ് ഒക്കെ വേണം എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും പ്രൈസിങ് ഫ്രീ ആയിരിക്കും. അതിൻ്റെ ഒക്കെ നേരെ ഇവിടെ ആഡ് പാസ് ചെയ്താൽ മതി. ഇപ്പൊ നേരെ നിങ്ങളുടെ പവർ ബിയിലോട്ട് ലോഡ് ആവും. ഇമ്പോർട്ട് സക്സസ്ഫുൾ. ജസ്റ്റ് സ്ക്രോളർ സെലക്ട് ചെയ്യുന്നു, അതിലോട്ട് കാറ്റഗറിയും മെഷർ അബ്സല്യൂട്ടും പാസ് ചെയ്യാം. കാറ്റഗറിയിലോട്ട് ഞാൻ ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ചെയ്യും. മെഷർ അബ്സല്യൂട്ടിലോട്ട് ഞാൻ നമ്മുടെ ടോട്ടൽ സെയിൽസും പാസ് ചെയ്യും. അതിങ്ങനെ റൺ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സൈൻ ഇൻ ചെയ്താൽ മാത്രമേ ഇവർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇതുപോലെ വിഷ്വൽസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് മോർ വിഷ്വൽസ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഗേജ് വിഷ്വൽ പഠിച്ചിട്ടുണ്ടല്ലേ, അതിനേക്കാൾ ഒന്നുകൂടെ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ അടുത്തൊരാളെ കാണാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ ഡോൺ ചാർട്ട് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഈ രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു, അതിലോട്ട് ഞാൻ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തു. കണ്ടോ,
പിന്നെ ഇതിന് ഒരുപാട് ഫോർമാറ്റിംഗ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. സൈസ് ആൻഡ് സ്റ്റൈലും സർക്കിൾ പ്രോപ്പർട്ടീസിലൊക്കെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരുപാട് വിഷ്വൽസ് അവിടെ വരാൻ പോകുന്നുണ്ടായി. നിങ്ങൾക്ക് ഒരുപാട് വിഷ്വൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം ഫ്രീ ആണോ? ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ തന്നെയാണ്. അവിടെ നോക്കിയാൽ മതി ജസ്റ്റ് പോയിട്ട്. പക്ഷെ ആവശ്യമില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ, വെറുതെ എടുത്തിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പൊ വേർഡ് ക്ലൗഡ് ഒക്കെ ഉണ്ട് അവിടെ. സെർച്ച് വേർഡ് ഇതൊക്കെ ഫ്രീ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ മതി. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചു തരാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവും ഇവിടെ കാണിച്ചു തരും. ഇവിടെ പ്രൈസിങ് ഫ്രീ ആയിരിക്കും ഉണ്ടാവും. ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. ഓക്കെ, ഓൺലൈൻ എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അവർ സ്റ്റാർ റേറ്റിംഗിന്റെ കൺസെപ്റ്റും മിന്നിന്റെയും മാക്സിന്റെയും ആ ഒരു വേറൊരു എബിലിറ്റിയും കൂടെ ആയിരുന്നു നമ്മളവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിന് മുമ്പത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ഗ്രൂപ്പിംഗ്? ഗ്രൂപ്പിംഗ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരു കോളത്തിലെ വാല്യൂസിനെ 3 കാറ്റഗറിയിലോട്ടൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് ഓർമ്മയുണ്ടോ? ഓക്കെ, അതുപോലെ അടുത്തൊരു കസ്റ്റമൈസേഷൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു കോളം ചാർട്ട്, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലുള്ള ഒരു ബേസിക് കോളം ചാർട്ട്. കോളം ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഞാനിവിടെ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിയിലെ ഇയറും വൈ ആക്സിലോട്ട് നമ്മുടെ ടോട്ടൽ സെയിൽസും ആഡ് ചെയ്തു. എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇയറിലെയും സെയിൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഓരോ ഡാറ്റാ പോയിന്റ് മുകളിൽ മൗസ് പോയിന്റർ വെക്കുമ്പോഴും അവിടെ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും. അതിന്റെ പേര് എന്തായിരുന്നു പറഞ്ഞത്? ടൂൾ ടിപ്പ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതായിരുന്നു, മറന്നു പോയിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ അതിന്റെ പേരാണ് ടൂൾ ടിപ്പ്. അപ്പൊ ഈ ഒരു ടൂൾ ടിപ്പിനെ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടൂൾ ടിപ്പിൽ എന്തൊക്കെ കാണിച്ചു തരുന്നത്? എക്സിലും വൈയിലും ആഡ് ചെയ്ത 2 ആൾക്കാർ, ഇയറും അവരുടെ സ്പെസിഫിക് റവന്യൂയും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് കൂടെ ഇവിടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ടൂൾ ടിപ്പ്. അതിലോട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നു. ഇനി ടൂൾ ടിപ്പിൽ വന്ന് എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ എനിക്ക് അവിടെ എക്സ്ട്രാ കാണാൻ പറ്റും. ഇത് നമ്മൾ നോർമൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന പ്രോസസ്. ഇനിയിപ്പോ എനിക്ക് ടൂൾ ടിപ്പേ അവിടെ ആവശ്യമില്ല, ഇത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നൊരു കാര്യമാണല്ലോ. ടൂൾ ടിപ്പേ ആവശ്യമില്ല, നേരെ വിഷ്വലിന്റെ ഫോർമാറ്റ് യുവർ വിഷ്വൽസിലോട്ട് വരുക, അവിടെ പ്രോപ്പർട്ടീസിലോട്ട് വരുക. ഇവിടെ എന്ത് കാണാൻ പറ്റും? ടൂൾ ടിപ്പ്. അത് ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിരിക്കും. ജസ്റ്റ് ഓഫ് ആക്കിയാൽ ഇനി ടൂൾ ടിപ്പ് അവിടെ വരില്ലുണ്ടോ? അത് ഈ ഒരു വിഷ്വലിനകത്ത് ഇനി ടൂൾ ടിപ്പ് ഉണ്ടാവില്ല. ഞാൻ വീണ്ടും അത് ഓൺ ചെയ്തു, അപ്പോൾ ടൂൾ ടിപ്പ് വീണ്ടും ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആവുന്ന കാണാൻ പറ്റും. അതവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷെ എനിക്ക് ഇതൊന്നല്ല ഇവിടെ വേണ്ടത്. എനിക്ക് ഓരോ ഡാറ്റാ പോയിന്റിലും മൗസ് പോയിന്റർ വെക്കുമ്പോഴും ഞാൻ പറയുന്ന ഒരു വിഷ്വൽ എനിക്ക് ഇവിടെ ടൂൾ ടിപ്പിന്റെ അകത്ത് വരണം. നിങ്ങൾ ഓരോ റിപ്പോർട്ടിലൊക്കെ കാണുന്നുണ്ടാവും, ഒരു വിഷ്വലിന്റെ മുകളിൽ അവർ ഇങ്ങനെ മൗസ് പോയിന്റർ ഹോർ ചെയ്യുമ്പോൾ അവിടുന്ന് വീണ്ടും എക്സ്ട്രാ ഇൻഫോർമേഷൻ വേറൊരു ഇതായിട്ട് അവിടെ കാണുന്നുണ്ടാവും. അതും ടൂൾ ടിപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ മൗസ് പോയിന്റർ ഹോർ ചെയ്യുമ്പോൾ എനിക്കിവിടെ 2017 എന്താണ് 2017 എന്നല്ല, പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചു തരണം. 2017 പ്രോഫിറ്റ് ഓരോ കാറ്റഗറിയുടെ അകത്തും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പൈ ചാർട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റണം. അതായത് ടൂൾ ടിപ്പിൽ തന്നെ ഡിസ്പ്ലേ ആകണം. അപ്പൊ എന്ത് ചെയ്യണം? മെഷീൻ തരുന്ന ടൂൾ ടിപ്പിനെ നമുക്ക് വേണ്ട രീതിയിലോട്ട് എന്ത് ചെയ്യണം പറ്റണം? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എങ്ങനെയാണ് കസ്റ്റം ടൂൾ ടിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കസ്റ്റം ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡയലോഗ് ബോക്സിന് പകരം ഒരു പേജ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുക. ഒരു പേജ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? ആ പേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇത്രയും പേജ് ഉണ്ടാവും. ഇപ്പൊ അറൗണ്ട് 53 പേജ് ഉണ്ട്. പക്ഷെ എല്ലാ പേജും നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റില്ല? ടൂൾ ടിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഈ പേജിന് എന്ത് പറഞ്ഞു കൊടുക്കണം? ഇത് നോർമൽ റിപ്പോർട്ട് പേജ് അല്ല, ഇതൊരു ടൂൾ ടിപ്പിന്റെ പേജ് ആണെന്ന് ഫസ്റ്റ് ഇതിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഫോർമാറ്റ് പേജിൽ വന്നാൽ അവിടെ എന്ത് കാണാൻ പറ്റും? പേജ് ഇൻഫോർമേഷൻ. അവിടെ എന്ത് കാണാം? പേജ് ടൈം.
ഡിഫോൾട്ട് ആയിട്ട് വരുന്ന പേജ് ഒക്കെ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് പേജ് ആയിരിക്കും. അത് മാറ്റിട്ട് എന്ത് ചൂസ് ചെയ്യുക? ടൂൾ ടിപ്പ്. അതിന്റെ സൈസ് ഒക്കെ റെഡ്യൂസ് ആയെന്ന് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പേജ് 53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ റിപ്പോർട്ട് പേജ് അല്ല, ഒരു ടൂൾ ടിപ്പ് പേജ് ആയിട്ട് കൂടി ഇനി വർക്ക് ആവാൻ തുടങ്ങും. ഇനി ഞാൻ പേജ് 52 വന്നു. ഈ ഒരു വിഷ്വൽ സെലക്ട് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ്, ടൂൾ ടിപ്പ്. ഇവിടെ കണ്ടോ പേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ആരെ മാത്രമേ കാണുന്നുള്ളൂ? 53 മാത്രം. ബാക്കി ഇത്രയും പേജ് ഉണ്ടായിട്ടും 53 മാത്രം. എന്തുകൊണ്ടാ? അതിന്റെ മാത്രമേ ടൈപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ, ടൂൾ ടിപ്പ് ആക്കി മാറ്റിയിട്ടുള്ളൂ. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇനി ഓരോ ഡാറ്റ പോയിന്റ് നോക്കുമ്പോഴും ആ പേജ് അവിടെ വരും, കണ്ടോ? ഇനി ഞാൻ പേജിൽ ഏതൊക്കെ വിഷ്വൽസ് ആഡ് ചെയ്യുന്നു അത് ഇതിലോട്ട് ഡിസ്പ്ലേ ആവും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് വന്നു, ഡോണർ ചാർട്ട് എടുക്കാം. എന്തായിരുന്നു വേണ്ടത്? ഓരോ കാറ്റഗറിയിലും പ്രോഫിറ്റ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. പ്രോഫിറ്റ് നേരെ വാല്യൂസിലോട്ടും ലെജൻഡിലോട്ട് പ്രൊഡക്റ്റ് ഡാറ്റയിലെ കാറ്റഗറി. ഇനി ഇവിടെ വന്നിട്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ? ഇത് 2017 മിക്സപ്പ് ആവും. അത് ആ കോണ്ടെക്സ്റ്റ് ഇതിലോട്ട് വർക്കായി. വിഷ്വലിലൊക്കെ താരുണ്ട്, ഈ ഉണ്ടല്ലേ. അപ്പൊ ഈ ഡാറ്റ പോയിന്റ് വരുമ്പോൾ എന്തായി? 2017 പ്രോഫിറ്റ് ബൈ കാറ്റഗറി. ഇത് ഇവിടെ എത്തുമ്പോഴോ സാർ ഇതൊന്നുകൂടി പറഞ്ഞുതരോ? എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പോയായിരുന്നു. ആ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നോട്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ചെയ്തെല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം, പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം, ഫ്രഷ് പേജ്. അതിന്റെ ഫോർമാറ്റ് പേജിൽ വന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, പേജ് ഇൻഫോർമേഷനിൽ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ ടൈപ്പ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അത് മാറ്റിയിട്ട് എന്ത് ചൂസ് ചെയ്യാം? ടൂൾ ടിപ്പ്. ആ ടൂൾ ടിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിന് നോർമൽ റിപ്പോർട്ട് പേജ് ആയിരിക്കില്ല, ഇതായിരിക്കും നമ്മുടെ ടൂൾ ടിപ്പിന്റെ പേജ്. ആ ഒരു പേജ് ഏത് വിഷ്വലിലോട്ടാണോ വേണ്ടത് ആ വിഷ്വലിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. അതിന്റെ പ്രോപ്പർട്ടീസിൽ ടൂൾ ടിപ്പിൽ പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ആ പേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പേജ് 53. അപ്പൊ ഈ ഒരു വിഷ്വലിലോട്ട് പേജ് 53 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കണ്ടോ? ഇനി ആ ഇവിടെ ടൂൾ ടിപ്പിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് ഈ വിഷ്വലിനകത്തുള്ള കോണ്ടക്സിനനുസരിച്ചിട്ട് മാറി മാറി വരുന്ന കാണാനും പറ്റും. ക്ലിയർ ആയോ റുക്മിണി? ഓക്കെ സാർ. ഓക്കെ, ഒന്ന് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയേ. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കസ്റ്റം ടൂൾ ടിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കസ്റ്റം ടൂൾ ടിപ്പ്. ഓൺലൈൻ പ്രോപ്പറായി കസ്റ്റം ടൂൾ ടിപ്പ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. കസ്റ്റം ടൂൾ ടിപ്പ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്.
ചെയ്ത് കഴിഞ്ഞു ഓഫ്ലൈൻ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിന്റെ പേജിന്റെ സൈസ് വളരെ ചെറുതാണല്ലേ. ഇപ്പൊ ഇത് സൈസ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പൊ ആ പേജ് ഇൻഫോർമേഷൻ മാറിയിട്ട് നേരെ എങ്ങോട്ട് വരുമോ? ക്യാൻവാസ് സെറ്റിംഗ്സ്. ക്യാൻവാസ് സെറ്റിംഗ്സിലോട്ട് വരുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ടൈപ്പ് എന്തായി? ടൂൾ ടിപ്പ്. നമുക്ക് ഇനി അവിടെ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഇത് ഓൾറെഡി പേജ് ഇൻഫോർമേഷൻ പോയിട്ട് എന്താക്കി? ടൈപ്പ് ടൂൾ ടിപ്പ് ആക്കി. ഇനി വേണം എന്ത് ചൂസ് ചെയ്യാം? കസ്റ്റം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസ് അവിടെ കൊടുക്കാം. എന്ത് ചെയ്യും? ജസ്റ്റ് 500 പിക്സലും വിടുത്തും 500 പിക്സലും പാസ് ചെയ്യും. അപ്പൊ അത്ര വലുതാക്കുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളതിന് മൊത്തം കവറപ്പ് ആവുന്നുണ്ടാവും. ഇനി ആകുമ്പോൾ വലിയൊരു ടൂൾ ടിപ്പിന്റെ പേജ് ആവും. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഇൻഫോർമേഷനിൽ പോയിട്ട് എന്ത് ചെയ്യാം? ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ഇവിടെയല്ല, ഇവിടെ ഇൻഫോർമേഷൻ വന്നിട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ക്യാൻവാസ് സെറ്റിംഗ്സിൽ വന്നിട്ട് ഒന്നുകിൽ 16:9, അത് ഡിഫോൾട്ട് സൈസ്. 16:9 ഒരിക്കലും ഇത് കൊടുക്കരുത് കേട്ടോ, ഇത്രയും വലുതായിട്ട് പോകും. അതിനാണ് കസ്റ്റം എന്ന് പറഞ്ഞ ഫീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട സൈസ് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു 400 പാസ് ചെയ്തു. ഇപ്പൊ ഈ ഒരു സൈസ് വന്നു. ഇനി എന്ത് ചെയ്യാം? അവിടെ വേണമെങ്കിൽ താഴെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യണമെങ്കിൽ ഒരു കാർഡ് വിഷൽ വെച്ചിട്ട് അതിലോട്ട് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് മാർജിനോട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ അപ്പുറത്ത് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ആവും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനാണ് കസ്റ്റം ടൂൾ എന്ന ഫീച്ചർ കൊണ്ട് കസ്റ്റം ടൂൾ. അതിനുള്ള സെപ്പറേറ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ആ പേജിനെ ഈ വിഷ്വലിനൊക്കെ തൊട്ട് കോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് വേറെ എന്തൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്ര വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കസ്റ്റം ടൂൾ ടിപ്പ്. ജസ്റ്റ് ആ പേജിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയുള്ളവരും. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ബട്ടൺ സ്ലൈസർ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടൺ സ്ലൈസർ അറിയാലോ. ഇപ്പൊ ഇതെല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കുറച്ചുകൂടെ വിഷ്വൽസിന്റെ പോർഷൻസ് കവർ അപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതുവരെ ഏതൊക്കെ വിഷ്വൽസ് പഠിച്ചിട്ടുണ്ട്? കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, പിന്നെയോ കാർഡ് വിഷ്വല്, കാർഡ് ന്യൂ, സ്ലൈസർ, ഗേജ്. ഇത്രയും വിഷ്വലാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾ നാളെ വരുമ്പോഴേക്കും എന്താണ് ജസ്റ്റ് മെട്രിക്സ് വിഷ്വൽ എന്താണെന്നൊന്ന് ഫോക്കസ് ചെയ്തിട്ട് വരും കേട്ടോ. മെട്രിക്സ് വിഷ്വൽ ടേബിൾ പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് അവിടെയുണ്ട്. മെട്രിക്സ് വിഷ്വൽ നമ്മൾ പവർ ക്വറിയിൽ പിവട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുമായിട്ട് സിമിലാരിറ്റി വരുന്ന ഒരു വിഷയമാണ് മെട്രിക്സ്. അത് എക്സലൊക്കെ പിവട്ട് ചെയ്ത ടേബിൾ സ്ട്രക്ചേഴ്സ് കാണിക്കുന്ന പോലെ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യുന്ന കൂടുതൽ ആര് യൂസ് ചെയ്യാം? മെട്രിക്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ നാളെ വരുമ്പോഴേക്കും എന്താണ് മെട്രിക്സ് വിഷ്വൽ, അതിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വരും കേട്ടോ. ഓക്കെ. നാളെ തൊട്ട് നമുക്ക് വിഷ്വൽസിന്റെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇതാരോ സൈൻ ഔട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും സൈൻ ഔട്ട് ചെയ്യേണ്ടി വരുമോ? ഇപ്പൊ നിങ്ങളൊരു ഫ്രീലാൻസ് പ്രൊജക്ട് ചെയ്യുകയാണെന്നായിരിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ചെയ്ത റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അത് എവിടെ പബ്ലിഷ് ചെയ്യേണ്ടി വരുമോ? നിങ്ങളുടെ സർവീസിലോട്ടായിരിക്കില്ല. ആരുടെ ആയിരിക്കും? നിങ്ങൾക്ക് ഏത് ക്ലയന്റിനാണ് നിങ്ങൾക്ക് എന്താണ് പബ്ലിഷ് ചെയ്ത ക്ലയന്റിന്റെ സർവീസ് അക്കൗണ്ടിലോട്ടായിരിക്കും പബ്ലിഷ് ചെയ്യേണ്ടി വരും. ആ സമയത്തോളം എന്ത് ചെയ്യേണ്ടി വരും? ഇതിവിടെ സൈൻ ഔട്ട് ചെയ്തിട്ട് അവിടെ സർവീസ് അക്കൗണ്ട് ക്രെഡൻഷ്യൽ വാങ്ങിയിട്ട് നമ്മൾ അത് ഇവിടെ സൈൻ ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ അക്കൗണ്ടിനെ അവിടെ സൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ലൂമിനാറിന് വേണ്ടി ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് അവിടെ പബ്ലിഷ് ചെയ്യേണ്ടി വരും ലൂമിനാറിന്റെ സർവീസ് അക്കൗണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക? സർവീസ് അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമേ ആക്സെപ്റ്റ് തരും.
അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. പബ്ലിഷ് ചെയ്തെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ തന്നെ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിസേബിളും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇത് നമ്മുടെ അക്കൗണ്ട് തന്നെ ആവണമെന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താണ്, ആസ് എ ഫ്രഷർ ആണ്, നമ്മളൊരിക്കലും നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പ് ഓർഗനൈസേഷനിൽ യൂസും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഇവിടെ സൈൻ ചെയ്ത് വെച്ചോളൂ. പറഞ്ഞത് ക്ലിയർ അല്ല എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ അല്ല എല്ലാവർക്കും പറഞ്ഞത്? Yes. ഓക്കെ. നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? വിഷ്വലൈസേഷന്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ശരിയാണ്.